ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് വാട്ട്സ് ഇൻസൈഡ് എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പൊളിച്ചെടുക്കാൻ പോകുന്നത് ഒരു പെട്രോൾ ഫിൽറ്ററാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഭാഗങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. നമ്മൾ സർവീസ് സെൻ്ററിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പെട്രോൾ ഫിൽറ്റർ മാറണം എന്നൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഫിൽറ്റർ മാറും അതിനകത്ത് എന്താണെന്ന് അറിയാത്തവരുണ്ടായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഈ ഫിൽറ്റർ കട്ട് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെ പാർട്സാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു മാരുതീൻ്റെ പെട്രോൾ ഫിൽറ്ററാണ്. പഴയ മോഡൽ വരുമ്പോൾ 800 എന്നൊക്കെ വരുമ്പോൾ പ്ലാസ്റ്റിക് ടൈപ്പാണ് വരിക. ഇത് മെറ്റൽ ടൈപ്പാണ്. അപ്പോൾ ഈ മെറ്റൽ കട്ട് ചെയ്തിട്ട് വേണം അതിനകത്ത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം, എന്നാലേ അതിനകത്തുള്ള എന്തൊക്കെയാണുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. മുന്നേ ഇതേപോലെ തന്നെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പൊളിച്ചെടുക്കിയിട്ട് അതിനകത്ത് എന്താ വരുന്നതൊക്കെ. അപ്പോൾ അത് കാണാത്തവർക്കൊന്ന് കാണാം. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ലിങ്ക് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യണം. റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് അതിനകത്തുള്ള പാർട്സുകൾ കിട്ടുള്ളൂ. ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ബാക്ക് ഭാഗം പൊളിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള പാർട്സ്. അതായത് ഒന്നുമില്ല, കുറച്ച് പേപ്പർ ചുരുട്ടി വെച്ചിട്ടാണ് റൗണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഇതിന് പേപ്പർ. ഈ പേപ്പറാണ് നമ്മളെ പെട്രോളിനെ ഫിൽറ്റർ ചെയ്തിട്ട് ഇഞ്ചക്റ്റിലേക്ക് കടത്തി വിടുന്നത്. പെട്രോളിലെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഈ പേപ്പറിൽ വന്നടിയും. അപ്പോൾ ഈ പേപ്പറാണ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് അഴുക്കെല്ലാം അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ചെറിയ പെട്രോൾ ഫിൽറ്ററിന് ഇത്രയും പേപ്പറുണ്ട്. ഡീസൽ ഫിൽറ്റർ ആകുമ്പോൾ ഇതിന് കൂടുതൽ പേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ പെട്രോൾ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.